നമുക്കിന്ന് വൈക്കത്തമ്പലത്തിലെ അന്നദാനം കഴിക്കാൻ പോയാലോ? വൈകിയാണ് ഞാൻ അമ്പലത്തിലെത്തിയത്. ചെന്ന സമയത്ത് ഉച്ചപൂജ നടക്കുമായിരുന്നു. പിന്നെ നേരെ പോയി തൊഴുതിട്ട് അമ്പലത്തിന് വലം വെച്ച് വന്നു. ഇന്ന് ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് അന്നദാനം കഴിക്കാൻ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ടോക്കൺ ഉള്ളിടത്തെ ക്യൂവിൽ തന്നെ നല്ല ആളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടോക്കൺ ഇല്ലാത്തയിടത്തും തിരക്കുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് രാജാവിനെന്ത് ക്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇടയിൽ കയറിയിരുന്നു. വേറൊന്നും കൊണ്ടല്ല, അരിയത്തി ഓൾറെഡി ക്യൂവിൽ നിന്നുകൊണ്ട് മാത്രമാണ്. എന്തായാലും ഊട്ടൂരയുടെ അവിടെ ക്യൂ നിൽക്കുമ്പോൾ ഉച്ച സമയമായതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് വെയിലും ഉണ്ട്. അഷ്ടമിയുടെ ബാക്കി പൊളിക്കാനുണ്ടായിരുന്നതുകൊണ്ട് അപ്പുറത്തെ ക്യൂവിൽ നിന്നവർ ഏതായാലും രക്ഷപ്പെട്ടു. നേരത്തെ വന്ന് ക്യൂവിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടാമത്തെ പന്തിക്ക് കഴിക്കാൻ പറ്റി. പിന്നെ വൈക്കത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും പട്ടിണി കിടക്കേണ്ടി വരില്ല. വർഷത്തിൽ 365 ദിവസവും വൈക്കത്തമ്പലത്തിൽ ഉച്ചയ്ക്ക് അന്നദാനവും വൈകിട്ട് അത്താഴവും കഴിക്കാൻ സാധിക്കും. ഭക്തരും ആശ്രിതരും പട്ടിണി കിടക്കുന്നത് വൈക്കത്തപ്പന് ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ അവസാനം അകത്ത് കയറിയിരുന്നു. ഇന്ന് ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് താഴെ ഇല നിർത്തുന്നുണ്ട്. അങ്ങനെ ഇല വെച്ചു, തൊടുകറികൾ ഓരോന്നായി വിളമ്പി, പപ്പടവും വെച്ചു, ചോറും വിളമ്പി, സാമ്പാറും ഒഴിച്ചു. നല്ല ആവി പറക്കുന്ന ചോറിന്റെ കൂടെ തൊടുകറികളൊക്കെ എടുത്ത് സാമ്പാറിന്റെ ഒപ്പം കുഴച്ചങ്ങ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. ഈ അന്നദാനം ഒരിക്കലെങ്കിലും കഴിച്ചവർക്കറിയാം അതിന്റെ സ്വാദ് എന്താണെന്നുള്ളത്. ഇതിനു മുമ്പ് ഞാൻ പോയപ്പോൾ എനിക്ക് കിട്ടാതെ പോയൊരു കൂട്ടമാണ് പായസം. പപ്പടവും പൊടിച്ച് പായസവും കുടിച്ചു കഴിഞ്ഞ് ഇലയും മടക്കിയെടുത്ത് ഇറങ്ങി നടന്നു. എന്നിട്ട് ഇലതേ ഈ ബാസ്ക്കറ്റിൽ കൊണ്ടിരണം. അങ്ങനെ കൈയൊക്കെ കഴുകി പുറത്തേക്ക് ഇറങ്ങി ഈ അന്നദാനം കഴിക്കാൻ പറ്റിയതിൽ വൈക്കത്തപ്പനോട് നന്ദി പറഞ്ഞ് വയറും മനസ്സും നിറഞ്ഞ സന്തോഷത്തിൽ തിരികെ വീട്ടിലേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.